നമ്മൾ വസ്ത്രങ്ങൾ തേക്കാൻ എടുക്കുമ്പോൾ കറണ്ടില്ല എങ്കിൽ ഇനി പേടിക്കേണ്ട, നമുക്ക് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ചുളിവുകളൊക്കെ മാറ്റി തേച്ചെടുക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ, എൻ്റെ ഒരു ചുളുങ്ങിയ ഒരു ഡ്രസ്സായിരുന്നു അത്. ഞാൻ തേക്കാനെടുത്തപ്പോൾ കറണ്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് നല്ല സൂപ്പറായിട്ട് തേച്ചെടുത്തതെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ കറണ്ടില്ല എങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് അതിന് ചുളിവുകളൊന്നും ഇല്ലാതെ നമ്മളെങ്ങനെ പെർഫെക്റ്റായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ തേക്കുന്നോ അതുപോലെ തന്നെ നമ്മൾക്ക് തേച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ, അതിനായിട്ട് ഞാൻ നമ്മളുടെ അയൺ ബോക്സ് എടുത്തു. അയൺ ബോക്സ് എടുത്തതിന് ശേഷം അതിൻ്റെ കേബിള് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ബലം കൊടുക്കാതെ ചെറുതായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് നമുക്ക് മടക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഒരു ചരട് കൊണ്ട് അതൊന്ന് കെട്ടി വയ്ക്കുകയോ അല്ലെങ്കിൽ ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അത് അഴിഞ്ഞു പോകാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് നമ്മൾക്ക് റബ്ബർ ബാൻഡ് ഇടുന്നതായിരിക്കും നല്ലത്. നമ്മൾക്ക് ഊരാനും എളുപ്പമാണല്ലോ. ഈ ഒരു രീതിയിൽ നമുക്കതൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു രീതിയിലായിരിക്കണം ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് ആ കെട്ടിവെച്ച കേബിൾ ഉൾപ്പെടെ അയൺ ബോക്സിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ അടിഭാഗം ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് പൊങ്ങി വരുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുറച്ച് പൊക്കി വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ഇപ്പോൾ ചൂട് വരുന്നുണ്ട്, ഞാൻ തൊട്ട് നോക്കി, നല്ല ചൂട് വരുന്നുണ്ട്. എന്നാലും നന്നായിട്ട് ചൂടാകണം, എന്നാലേ നമുക്ക് നന്നായിട്ട് തേക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ എങ്ങനെയാണോ നമ്മൾ കറണ്ടുള്ളപ്പോൾ തേക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് തേച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഒരു 3-4 മിനിറ്റ് അങ്ങനെ ഒന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം ഉടനെ തന്നെ നമ്മൾക്ക് ഇതുപോലെ ആ ചുളുങ്ങിയ ഡ്രസ്സ് ഇതുപോലെ നന്നായിട്ട് തേച്ചെടുക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ, നമ്മളുടെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പശ ഇരിപ്പുണ്ട്. നമ്മൾക്ക് സ്റ്റിഫായിട്ടിരിക്കണമെങ്കിൽ അതൊന്ന് കുലുക്കിയേച്ചും ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതിയല്ലോ. അതും കൂടി തളിച്ച് ഞാൻ നന്നായിട്ട് തന്നെ തേച്ചെടുക്കുന്നത് കണ്ടോ. കറണ്ടില്ല എങ്കിലും നമ്മൾക്ക് പേടിക്കേണ്ട, വിഷമിക്കേണ്ട. ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് തേച്ചെടുക്കുവാനായിട്ട് സാധിക്കും. കണ്ട, ഈ ഒരു രീതിയിൽ നമ്മളെ കറണ്ടുള്ളപ്പോൾ തേക്കും പോലെ തന്നെ ഒരു ചുളിവൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് തേച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നിങ്ങൾ ഇനി കറണ്ട് പോയെന്നോർത്ത് വിഷമിക്കേണ്ട. മിക്കവരും തന്നെ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്തായിരിക്കും ഓടിച്ചെന്ന് ഡ്രസ്സ് തേക്കുവാനായിട്ട് എടുക്കുന്നത്. ആ സമയത്ത് കറണ്ടില്ല എങ്കിൽ നമ്മളുടെ ആകപ്പാട് നമ്മളുടെ മൂഡ് ആ ദിവസത്തെ മുഴുവൻ പോകും. ചുളുങ്ങിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എങ്ങനെയാണ് നമ്മളൊരു ഫങ്ഷന് പോകുന്നത്. ഇനി ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു കാര്യത്തെ ഓർത്ത് പേടിക്കേണ്ട. ഈ ഒരു രീതിയിൽ നമ്മളുടെ അയൺ ബോക്സ് ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ നമ്മളുടെ ചുളിവുള്ള ഡ്രസ്സുകളൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് തേച്ചെടുത്ത് നമ്മൾക്ക് ഫങ്ഷന് പോകുവാനായിട്ട് സാധിക്കും. ഞാൻ ആ പശ ഉണ്ടാക്കി തേക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് തേക്കുമ്പോൾ ഈ ഒരു നമ്മൾക്കിത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുമല്ലോ. അങ്ങനെ ഞാൻ അത് നന്നായിട്ട് തേച്ചെടുത്തു. കണ്ടോ, ചുളിവൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് നമുക്ക് തേച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ബൈ ബൈ.